ഹായ്, ഞാൻ ടി ആർ ഷംസുദ്ദീൻ. ഡ്രീം ക്യാച്ചറിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ലോകപ്രശസ്തരായ ഒരുപാട് ചലച്ചിത്രകാരന്മാരെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്നും സിനിമ എന്നത് ഒരു വിദൂര സ്വപ്നമായി കൊണ്ടുനടക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ആ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ സെഗ്മെൻറ്റിലുള്ളത്. കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലെ ചേമഞ്ചേരി എന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സിനിമാ ജേണി ഇന്ന് എത്തി നിൽക്കുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ സക്സസ്ഫുൾ ഫിലിം ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിലാണ്. ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ബോക്സ് ഓഫീസ് ഹിറ്റുകൾക്കുപരി സാമ്പത്തിക വിജയം നേടുന്നതിനോടൊപ്പം തന്നെ കറൻ്റ്ലി റെലവൻ്റായ സോഷ്യലി ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക വഴി അല്ലെങ്കിൽ നല്ല മെസ്സേജുകൾ പാസ് ചെയ്യുന്ന വഴി ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ക്രിട്ടിക്കലിയും വിജയിച്ച സിനിമകളായിരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം മനു അശോകൻ, ഡയറക്ടർ ഓഫ് ഉയരെ ആൻഡ് കാണേക്കാണ്. ഞാൻ SSLC പാസ്സാകുന്നത് 2000-ലാണ്. അതെൻ്റെ നാട് കോഴിക്കോട് എന്നൊരു 17 കിലോമീറ്റർ അപ്പുറത്ത് ചേമഞ്ചേരി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഗ്രാമപ്രദേശം, 1-2 തിയേറ്റേഴ്സ് മാത്രം. അപ്പോൾ സിനിമ വളരെ ദൂരത്ത് നിൽക്കുന്ന ഒരു കാഴ്ച പോലും വളരെ ദൂരത്ത് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഈ തിയേറ്ററിൽ പോയിട്ട് അന്നൊക്കെ സിനിമ കാണുക എന്നൊക്കെ പറയുന്നത് വളരെ റെയറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ SSLC കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഒരു 17 കിലോമീറ്റർ ദൂരത്ത് കോഴിക്കോട് സിറ്റിയിൽ പോയിട്ട് അപ്സര തിയേറ്ററിൽ നിന്ന് നരസിംഹം കണ്ടു. നരസിംഹം 2000 റിലീസായി, ഭയങ്കര ഹിറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതിനു മുമ്പ് ടി വിയിൽ കണ്ട സിനിമകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ പോയി തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമകളൊക്കെ വളരെ ഒരു സിനിമ കണ്ടെത്തുള്ളൂ. പക്ഷെ നരസിംഹം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു ആക്ടർ ഇവിടെ ഉണ്ടല്ലേ, ഇത്രയും ഫൈറ്റും ബഹളവും എന്ന് പറഞ്ഞാൽ സിനിമയുടെ സാങ്കേതികതയ്ക്കപ്പുറം സിനിമ ഭയങ്കരമായിട്ട് ആരാധിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് എനിക്ക് ശരിക്കും അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ചെറിയ ഈ നാടക അഭിനയ പരിപാടികളും രാഷ്ട്രീയപരമായൊക്കെ കുറച്ച് ലൈവായിരുന്നുകൊണ്ട് തെരുവ് നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഈ നരസിംഹം കണ്ടതിൻ്റെ ഒരു വിഷ്വൽ ഹാങ് ഓവർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യം നമ്മളെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു എവിടെയോ ഒരു ഡോട്ട് കിടക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയ നാടകത്തിൽ അഭിനയിച്ചു. അപ്പോൾ അതിൽ ഒരു അത്യാവശ്യം ലെങ്ത്തുള്ളൊരു ക്യാരക്ടറായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ അതിനി സൗഹൃദം കൊണ്ടോ അല്ലെങ്കിൽ അറിയാവുന്ന ആളുടെ മകൻ എന്നൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തന്നാണോ അറിയില്ല. എനിവേ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഈ സിനിമയ്ക്ക് വന്ന എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അച്ഛൻ, പുള്ളി ഞങ്ങൾ അധ്യാപകനായിരുന്നു മ്യൂസിക്കിൻ്റെ, കൃഷ്ണമോഹൻ മാഷ് എന്നോട് പറഞ്ഞു, നിനക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ, സിനിമ നല്ലൊരു ആക്ട് ചെയ്യാൻ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളായിട്ട് തന്നെ തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ഈ നരസിംഹത്തിൻ്റെ കണക്ഷനും ഈ സിനിമയിൽ അഭിനയിച്ചൂടെ എന്നുള്ള ചോദ്യം കൂടി ചേർന്നായിരിക്കാം ഒരു പക്ഷേ ആദ്യം സിനിമ ഓക്കെ എന്നുള്ള ഒരു വിദൂര സങ്കല്പത്തിൽ എൻ്റെ മനസ്സിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സാക്റ്റ് അല്ല, ബട്ട് ഇതാണ് എൻ്റെ വേഗമായിട്ടുള്ള ആദ്യത്തെ സിനിമ സീഡ്. അങ്ങനെ വീണ്ടും ഈ പറഞ്ഞ പോലെ പഠിക്കണം എന്നുള്ളതാണല്ലോ ആ സമയത്ത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ നമ്മുടെ ക്ലീഷേ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് അപ്പുറത്തേക്ക് ഒരു റെവല്യൂഷണറി ജോലിയൊന്നും ആരും പറയുകയുമില്ല, ചിന്തിക്കുകയില്ല. അപ്പോൾ സിനിമയൊന്നും ആ ലിസ്റ്റിലൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് +2 കഴിയുന്നു, ഡിഗ്രി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൽ ജോസ് സാറിൻ്റെ മീശ മാധവൻ ഇറങ്ങി. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ സിനിമ കാണും. പക്ഷേ അങ്ങനെ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ആ മെമ്മറിയിലേക്ക് അടുത്ത ഒരു സ്റ്റോറേജ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മീശ മാധവനകത്ത് ലാൽ ജോസ് സാർ സോങ് ഷൂട്ട് ചെയ്തേക്കുന്നത്, എസ്പെഷ്യലി ഞാൻ ഒരു ഷോട്ട് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് ആ വേർഡ് വരുന്ന ഉൾപ്പെടെ വാളെടുത്താൽ അങ്കക്കലി എന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടനും കാവ്യയും കൂടെയുള്ള ഒരു ഡാൻസ് സീക്വൻസിൽ ഒരു ജിമ്മി ജിപ്പ് ഷോട്ടുണ്ട്. ഒരു ലേക്കിനകത്തുനിന്ന് ഇവരുടെ കാളവണ്ടിയിലേക്ക് ഒരു സണ്ണിനെയൊക്കെ ക്യാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ജിബ് മൂവ്മെൻറ്റ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതിൻ്റെ കോസ്റ്റ്യൂമും കൊറിയോഗ്രാഫിയും മൊത്തത്തിൽ ആ മൂവ്മെൻറ്റും. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷ്വൽ, ഇങ്ങനെ ഒരു ഷോട്ട്, ഇതൊക്കെ എങ്ങനെയായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയായിരിക്കും
ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത്, ഇതിനെന്തായിരിക്കും ഇങ്ങനെയുള്ള സിനിമയ്ക്ക് പുറകിലെ ഈ ആക്ടേഴ്സ് എന്നൊക്കെ വിട്ടിട്ട് സിനിമയ്ക്ക് പുറകിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരാഗ്രഹം നമുക്ക്. ഇപ്പോൾ സംവിധായകൻ ഇപ്പോൾ ലാൽ ജോസ്, അതിൻ്റെ എഴുത്ത് രഞ്ജൻ പ്രമോദ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളിലേക്ക് ശ്രദ്ധ കൊടുക്കി. പിന്നെ നമ്മൾ നരസിംഹത്തിൻ്റെ പുറകോട്ട് പോയി. നരസിംഹത്തിൻ്റെ പുറകിൽ സംഭവിച്ച ഞാൻ കണ്ടിട്ടുള്ള സിനിമകൾ, അതിൻ്റെ സാങ്കേതിക പ്രവർത്തനം, ഇവരെ പറ്റിയൊക്കെ ആലോചിച്ച് വെറുതെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്കിലും അപ്പോഴും ചേമഞ്ചേരിയിൽ നിന്നും സിനിമയിലേക്ക് കുടിയേറി പാർക്കാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും എനിക്കില്ല. കാരണം ഡിഗ്രി കഴിയുന്ന ഉടനെ ഐദർ ഒരു ബാങ്ക് ജോലി അല്ലെങ്കിൽ അധ്യാപകൻ, ഈ 2 ഓപ്ഷനിലാണ്. കാരണം കുടുംബത്തിൽ ആ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുള്ളതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വരും ബൈ ഡിഫോൾട്ട് എന്നുള്ളതാണ്. അതായിരിക്കും വിധി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ചിന്തകളൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. ആ സമയത്ത് ഈ നാടക പ്രവർത്തനങ്ങൾ ഭയങ്കര ലൈവായിരുന്ന സമയം തന്നെയായിരുന്നു. ഒരുപാട് നാടകങ്ങളിൽ അഭിനയിക്കാനും കല എന്ന് പറഞ്ഞ ആ സ്പേസിലേക്ക് നാടകം വഴി ഒരുപാട് എൻട്രി എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ സമയവും ഈ സിനിമ ഉള്ളിൽ വന്ന സമയവും ഏകദേശം പാരലലി റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജൻ പ്രമോദ് എന്ന് പറഞ്ഞ റൈറ്റർ, അദ്ദേഹം 2ാം ഭാവം വന്നു, മീശമാധവൻ വന്നു, അച്ചുവിൻ്റെ അമ്മ വരുന്നു, നരൻ എഴുതാൻ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഏത് വഴിക്കാണ് സിനിമയെപ്പറ്റി കുറച്ചും കൂടി അടുത്തൊരാളോട് സംസാരിക്കുക. അവിടെ ഒന്നും അങ്ങനത്തെ ഇപ്പോൾ രഞ്ജിത്ത് സാറൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കൊന്നും ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് പ്രമോദ് സാറിൻ്റെ പേര് കിട്ടുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയച്ഛൻ്റെ ഭാര്യയുടെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ് പ്രമോദ് സാർ. അപ്പോൾ എനിക്ക് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ ഒരു ഹൗസ് വാമിങ് നടക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ റിലേറ്റീവിൻ്റെ സർക്കിളിൽപ്പെട്ട എൻ്റെ ടീച്ചർ. അപ്പോൾ ആ ഹൗസ് വാമിങ്ങിന് രഞ്ജൻ പ്രമോദ് എന്തായാലും വരും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പോകാമെന്നില്ല, അച്ഛൻ പോകേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഞാൻ പോയി, ചെറിയച്ഛനും ഉണ്ടായിരുന്നു കൂടെ. എനിക്ക് വേണ്ടി രഞ്ജൻ പ്രമോദ് സാർ അവിടെ വന്നു. അപ്പം ഞാൻ എങ്ങനെ സിനിമയിലേക്ക് പ്രവേശിക്കാം, അപ്പം ഈ ആക്ടിങ് എന്നൊക്കെ ഉള്ളതൊക്കെ അപ്പോഴേ എവിടെയോ ഡിലീറ്റഡ് ആയിപ്പോയി, മാഞ്ഞു പോയി. നമ്മൾ ടെക്നീഷ്യൻ സൈഡിലേക്ക് ഫോക്കസ്, സിനിമ എങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ സിനിമ എങ്ങനെ ഉണ്ടാകുന്നത്, ഇതൊക്കെ അറിയാനുള്ളൊരു ടേസ്റ്റിലേക്ക് പോകുന്ന സമയത്താണ് പ്രമോദ് സാറിൻ്റെ മുന്നിൽ കൃത്യമായി പോയി ചാടിയത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് പ്രമോദ് സാറ് നരൻ എഴുതുന്നു, ജോഷി സാറ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പ്രമോദ് സാറ് വിചാരിച്ചാൽ ഒരു ലാസ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു ലാസ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്, ഇല്ലെങ്കിൽ ജസ്റ്റ് ആ സെറ്റിൽ കുറച്ച് കാലം എങ്കിലും ഇത് നടക്കുന്നത് എങ്ങനെയാണെന്നും പഠിക്കാനെങ്കിലും പോവാം. അങ്ങനെ പ്രമോദ് സാറോട് ഞാൻ സംസാരിച്ച് ഈ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ പ്രമോദ് സാർ എന്നെ മാറ്റി നിർത്തിയിട്ട് ഒരു 1/4 മണിക്കൂർ എനിക്ക് ക്ലാസ് എടുത്തു. അപ്പോൾ സാറ് പറയുന്നത്, സിനിമ ഈ പറഞ്ഞ മോഹൻലാലും ജോഷി സാറും ഹിറ്റും ഒക്കെയാണ്, പക്ഷേ ഇതറിയാതെ ഇതിനകത്ത് പോയി ചാടി നിന്നിട്ട് ഒരു കാര്യമില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നീ തന്നെ നിനക്ക് തോന്നും ഇതല്ല നിൻ്റെ ഏരിയ എന്ന്. നിനക്ക് തന്നെ അത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ നീ സർവൈവ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി തുടങ്ങും. അതുകൊണ്ട് സിനിമയൊന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ് അതിനുള്ളൊരു മീഡിയം? അപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നല്ലാതെ അതൊന്നും എങ്ങനെ എങ്ങോട്ട് എന്നുള്ളതൊന്നും ഒരു പിടിയില്ല. അപ്പോൾ സാറ് പറഞ്ഞു, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇന്ത്യയിൽ, FTI പൂനെയുണ്ട്, അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, സത്യജിത് റായ് ഉണ്ട്. അപ്പോൾ സാർ അടയാറെന്ന് ഇറങ്ങി. അപ്പോൾ സാറ് പറഞ്ഞു, നീ അടയാർ ഒന്ന് ട്രൈ ചെയ്യും. അടയാർ ടെസ്റ്റ് എഴുതേണ്ട സമയം എനിക്ക് തോന്നുന്നു ആ സമയത്തായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ ഞാനിത് ആദ്യമായി അച്ഛനോടും അമ്മയോടും അവതരിപ്പിച്ചു, എനിക്കിങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. സ്വാഭാവികമായും ഞെട്ടലുകളാണ് അവർ രേഖപ്പെടുത്തിയത്. കാരണം സിനിമ വിദൂരത്തിൽ പോലും അവരെ മനസ്സിലുമില്ല ആസ് എ പ്രൊഫഷൻ, ഒരു കരിയർ എന്നുള്ളത്. അങ്ങനെ ഇത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കുറച്ചും കൂടെ പ്രോഗ്രസീവായിട്ട് അമ്മയെ കമ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ അച്ഛൻ ഓക്കെ, നീ അത് ആലോചിച്ച് കണ്ടറിഞ്ഞൊരു തീരുമാനമാണെങ്കിൽ ട്രൈ ചെയ്തോളൂ എന്നുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നിട്ട്, പക്ഷേ ഈ അടയാറിൽ എത്തണമെങ്കിലോ ഇത് എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. കാരണം ആ ഏരിയയിലൊന്നും അടയാർ ടെസ്റ്റ് ചെയ്താലും വീണ്ടും പ്രമോദ് സാറിൻ്റെ അടുത്ത് പോയിട്ട് ടെസ്റ്റ് എഴുതുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു, അതൊന്നും പറ്റുകയില്ല. അങ്ങനെ ആ കൺഫ്യൂഷൻ അടിച്ചിരുന്ന സമയത്താണ് കോഴിക്കോടിൻ്റെ സിനിമയിൽ ഭയങ്കര ലൈവായിരുന്ന പ്രൊഡ്യൂസർ ശ്രീ PV ഗംഗാധരൻ സാറ്. ഗംഗാധരൻ സാറിൻ്റെ ഒരു സുഹൃത്ത്, അച്ഛൻ്റെ ഒരു സുഹൃത്താണ്, പാർട്ടി വഴിയുള്ളൊരു സുഹൃത്ത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കാഷ്വലി കണ്ടപ്പോൾ ഇങ്ങനൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് ഈ സുഹൃത്തിനോട് പറയും. പുള്ളി അപ്പോൾ സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ PVGനെ ഒന്ന് പോയി കണ്ടുകൂടെ, PVGയെ കണ്ടാൽ പുള്ളിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇദ്ദേഹം ഒരു കത്ത് തന്നു. ഞാൻ അതുമായിട്ട് PVGയുടെ കോഴിക്കോടിലെ KTCയുടെ ഓഫീസിൽ PV സാറിനെ ആദ്യമായി പോയി കണ്ടു.
അപ്പോൾ സാറ് ഇങ്ങനെ ചോദിച്ചു, ശരിക്കും ഇഷ്ടമായിട്ടാണോ അതോ വെറുതെ ഒരു ക്രേസ്? ഞാൻ പറഞ്ഞു, അല്ല സാർ, പഠിക്കണമെന്നുണ്ട് സിനിമ, മുന്നോട്ട് എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ സാറ് എനിക്കൊരു കത്ത് തന്നു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുള്ളിക്ക് അറിയാവുന്ന ആരെടുത്തു. എക്സാം അറ്റൻഡ് ചെയ്യും, എന്നിട്ട് ഈ ലെറ്റർ ഒന്ന് കൊടുത്ത് അവിടെ സംസാരിക്കും, റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്താ വരുന്നത് നമുക്ക് നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പുള്ളി ചെയ്തു തരും. അങ്ങനെ ഞാൻ ഇതൊക്കെ ആയിട്ട് അടയാർ പോയി ടെസ്റ്റ് എഴുതി. പക്ഷേ ടെസ്റ്റിൽ കിട്ടിയില്ല, കത്തും കൊടുക്കേണ്ടി വന്നില്ല. അത് അതേപോലെ തിരിച്ച് ബാക്ക് ഫയർ ചെയ്ത് നേരെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതോടുകൂടി സിനിമ ഇനി തൽക്കാലം ട്രൈ ചെയ്യുന്നത് എല്ലാ രീതിയിലും അപകടമാവും എന്നുള്ളൊരവസ്ഥ വന്നു. അപ്പോൾ അച്ഛനും മനസ്സിലായി ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് എത്താത്തതിൻ്റെ ഒരു വിഷമത്തിലാണെന്ന്. അത് പക്ഷേ അങ്ങനെ എന്നാൽ പിന്നെ നീ അത് പൂർണ്ണമായി ഉപേക്ഷിച്ച് വേറൊരു വഴിക്ക് പൊക്കോ എന്നുള്ള ആ പ്രഷർ എനിക്കുണ്ടായില്ല ഭാഗ്യത്തിന്. പക്ഷേ ഇനി ഇതെന്താവും എന്നുള്ളൊരു വലിയ ചോദ്യം, പ്രത്യേകിച്ച് എൻ്റെ നാടിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എടുത്തെടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, കലാപരമായി ഭയങ്കര സൗണ്ടാണെങ്കിലും സിനിമ ഈ കലാ വേൾഡിനകത്തേക്ക് അവിടെ വന്നിട്ടുള്ള ഒരു സമയമല്ല, ഭയങ്കര ദൂരത്ത് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ വീണ്ടും കൺഫ്യൂഷനായി നിൽക്കുന്നു. ഇനിയിപ്പം ഡിഗ്രി കഴിഞ്ഞ സ്ഥിതിക്ക് PG ചെയ്യാം. ഞാനും ലിറ്ററേച്ചറായിരുന്നു. അപ്പോൾ ലിറ്ററേച്ചർ കഴിഞ്ഞിപ്പോൾ MA ലിറ്ററേച്ചറിന് പോയി BEd ചെയ്യാം എന്നൊക്കെയുള്ള ഈ കുടുംബത്തിലെ അധ്യാപകരുടെയും അല്ലെങ്കിൽ ഒരു സൈഡിൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അഡ്വൈസസ് ഇങ്ങനെ കിട്ടിത്തുടങ്ങി. പക്ഷേ എവിടെയോ എനിക്ക് ഒട്ടും അധ്യാപനം ആലോചിക്കാൻ പോലും പറ്റില്ല. കണക്ക് എനിക്ക് പഠിക്കുമ്പോൾ തന്നെ കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കണക്കിൻ്റെ സ്പേസും. അപ്പോൾ ഞാനിങ്ങനെ ഒരു പിടി കൊടുക്കാതെ ഇങ്ങനെ വഴുതി പൊയ്ക്കൊണ്ടിരിക്കും. എൻ്റെ നാട്ടിൽ മലബാർ കേബിൾ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലോക്കൽ ന്യൂസ് ചാനൽ, അത് കുറച്ച് കാലം അവിടെ റൺ ചെയ്തുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ പക്ഷേ അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു TV ചാനൽ, അവർക്ക് കേബിൾ നെറ്റ്വർക്കിംഗ് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഒരു ക്യാമറാമാൻ പെട്ടെന്ന് എന്തോ ആവശ്യത്തിന് പുറത്തോട്ട് പോകുമെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അവിടെ അറിയാവുന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഈ വേക്കൻസിയിൽ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വന്നോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ. പിന്നെ ന്യൂസാണ്, റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഒരു വൈകുന്നേരം ഇവരുടെ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് ചെല്ലുന്നു. അപ്പോൾ അവിടെ ന്യൂസ് വായിക്കാൻ വേണ്ടി അവിടെ സ്ഥിരമായിട്ട് ന്യൂസ് റീഡ് ചെയ്യുന്നൊരു മാഷ്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു സ്പേസൊക്കെയാണ്. അപ്പോൾ ക്യാമറ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ ടെലിപ്രോംപ്റ്ററിന് പകരം വലിയ ചാർട്ടിൽ ഈ ന്യൂസ് ഇങ്ങനെ വലിയതാക്കി ഈ ന്യൂസ് റീഡ് ചെയ്യുന്ന ആൾ എഴുതും. അതിങ്ങനെ മുന്നിൽ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയ ജോലി. അപ്പോൾ ഞാൻ ഈ ചാർട്ട് പേപ്പർ ഇങ്ങനെ പിടിക്കും, ഒരു ന്യൂസ് കഴിയുമ്പോൾ ഈ കൈ വിടും, അപ്പോൾ ഈ ചാർട്ട് പോകും, അടുത്ത ചാർട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ പുള്ളി വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് ക്യാമറയുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ലൈനിൽ ന്യൂസ് എടുക്കാൻ പോകാം എന്നുള്ളതാണ് പ്ലാൻ. അങ്ങനെ അന്ന് ഈ ന്യൂസ് വായിച്ച് കഴിഞ്ഞ് ഈ ന്യൂസ് റീഡർ വളരെ സുഹൃത്തായിട്ടുള്ള ഒരാൾ, വളരെ അധ്യാപകനാണ്. മാഷ് പറഞ്ഞു, എടാ നീ ഇത് സിനിമയൊക്കെയാണ് എൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ മീഡിയ ഒക്കെയാണ് ഉദ്ദേശമെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല. എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോകുന്നുണ്ട്, സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് എന്നാണ് അതിൻ്റെ പേര്. അത് ഈ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെയൊക്കെ ബന്ധപ്പെട്ട NE ഹരികുമാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റിലാണ്. അപ്പം നീ വെറുതെ ഒന്ന് അവിടെ ഇത് എഴുതി നോക്ക്, കിട്ടുമെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ എനിക്ക് ഓൾറെഡി അടയാറിൽ എഴുതി തോറ്റതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പക്ഷേ മാഷിങ്ങനെ പറഞ്ഞപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അന്ന് വൈകിട്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലൊരു മെഡിക്കൽ റെപ്പുണ്ട്. പുള്ളി മെഡിക്കൽ റെപ്പാണ് ബൈ പ്രൊഫഷൻ, പക്ഷേ ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ആപ്ലിക്കേഷൻ ഫോം അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തു വെച്ചു. ഞാനിത് മേടിച്ചുകൊണ്ട് പോയി ഫില്ല് ചെയ്തു, അയച്ചു. ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് 2006 എറണാകുളത്തേക്ക് വരുന്നു. ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എനിക്കറിയില്ല ഇത്, പക്ഷേ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതൊരു മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സിനിമ അതിനകത്ത് അത്ര ജസ്റ്റ് പഠിച്ചു പോകുമെന്നല്ലാതെ സിനിമ വലിയൊരു സിലബസ് ആയിരുന്നില്ല. അന്ന് ഇന്ത്യ വിഷൻ പോലെയുള്ള ചാനൽസ് ഭയങ്കരമായിട്ട് ലൈവായി നിന്ന സമയം. അങ്ങനെ ഇവിടെ ചെന്നു. അവരെന്തൊക്കെയോ ചോദിച്ചു, എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ അതിനൊക്കെയുള്ള എൻ്റെ ഇൻട്രസ്റ്റ് അവിടെ ഷെയർ ചെയ്തു. എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി സിനിമ പൂർണ്ണമായിട്ടും ഇവിടുന്ന് കിട്ടില്ലെങ്കിലും പക്ഷെ എവിടെയെങ്കിലും ഒരു വാതിൽ അവിടെ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ നിന്നുള്ളൊരു ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം സംഭവിച്ചു. ഇപ്പോൾ കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് അന്ന് കൊച്ചിയിലേക്ക് സിനിമ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. തിരുവനന്തപുരത്തും ചെന്നൈയിലും ആയിട്ട് തന്നെയാണ്, കൊച്ചിയിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിവേ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുമായിരിക്കും എന്നുള്ളൊരു ധാരണയിൽ ഇവിടെ PG ഡിപ്ലോമയ്ക്ക് ഞാൻ 2 വർഷം ഈ സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ ബാച്ചിലുള്ളവരൊക്കെ
എല്ലാ 7-8 പേരുണ്ടായിരുന്നു. ഇവരൊക്കെ ചാനൽസ് ആയിരുന്നു. അവരെല്ലാവരും ചാനലിലാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അവർ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ അതിൽ ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ ഈ സിനിമ ഉള്ളിൽ കിടക്കുന്ന കാരണം ഇങ്ങോട്ട് വലിയ ശ്രദ്ധ കൊടുത്തില്ല. ഇതിൻ്റെ ടി വി പ്രൊഡക്ഷൻ പിന്നെ പക്ഷേ അതിൻ്റെ സാങ്കേതികത ഇപ്പം സ്വിച്ചിങ് പോലുള്ള എഡിറ്റിംഗ് ഒക്കെ മനസ്സിലായത് ദൂരദർശൻ്റെ ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന പല പ്രോഗ്രാമുകൾ ഈ OB വാനകത്ത് മൾട്ടി ക്യാമറ സ്വിച്ച് ചെയ്യുന്നതൊക്കെ അതൊക്കെ കണ്ടത് ആ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ കോമൺ ആയിട്ടുള്ള ടി വി സ്പേസിലും അല്ലെങ്കിൽ സിനിമ സ്പേസിലും കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ക്യാമറ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി ആ ഒരു സമയത്തിനകത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറഞ്ഞ എൻട്രി അവിടെ ഒന്നുമില്ല. കാരണം അവിടെ ഇൻറ്റേൺഷിപ്പ് തന്നെ ഐദർ ഇന്ത്യ വിഷൻ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ്. കാരണം എല്ലാ കുട്ടികളും അതിന് വേണ്ടിയാണ് വന്നത്. അവരുടെ ഓറിയൻറ്റേഷനും അതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഞങ്ങളുടെ പിന്നെ ക്രിയേറ്റീവ് ഹെഡായിരുന്നു CS വെങ്കടേശ്വരൻ സാർ. അപ്പോൾ പുള്ളി ഇടയ്ക്ക് കുറച്ച് ഈ പറഞ്ഞ സിനിമയെ ഇതിനകത്ത് കൊണ്ടുവരാൻ നോക്കും. അങ്ങനെ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടൊരു 10 ദിവസത്തെ എഡിറ്റിംഗ് വർക്ക്ഷോപ്പ് ഏതാണ്ട് കോഴ്സ് തീരാറായി ഞങ്ങളൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ വന്നതാണ് AV നാരായണൻ എന്ന് പറഞ്ഞിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്റിംഗ് കഴിഞ്ഞ് മണി കോളിൻ്റെയൊക്കെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു നാരായണൻ സാർ. വന്നു 10 ദിവസത്തെ ക്ലാസ് എടുത്തു. അപ്പോൾ ആ ക്ലാസ് എഡിറ്റിംഗ് പ്രത്യേകിച്ച് ഈ ലെക്ചറിങ് ആയതുകൊണ്ടും കൂടുതലും നമ്മൾ എന്താ പറയുക തിയററ്റിക്കൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ടും വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ അവസാനത്തേക്ക് പുള്ളി ചെയ്യാൻ പോകുന്ന സിനിമയെപ്പറ്റി കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അതായത് എൻ്റെ ഭാഗ്യം രഞ്ജൻ പ്രമോദ് സാറിൻ്റെ ഈ പറഞ്ഞ ഹൗസ് വാമിങ് അടുത്ത ഭാഗ്യം പോയിൻ്റ് ഇതാണ്. പുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യാൻ പോകുന്നു ആനന്ദ് സാർ. അത് വിത്തിൻ നോ ടൈം ഈ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഈ സമയം കഴിഞ്ഞ് 1, 2, 3 മാസത്തിനകത്ത് പുള്ളിയുടെ ആദ്യത്തെ സിനിമ പുള്ളി മലയാളത്തിൽ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അത്രയും നേരം മറ്റുള്ളവർക്കുണ്ടായിരുന്ന ചാനലിലേക്കുള്ള ഇൻട്രസ്റ്റ് പോലെ തന്നെ ഇപ്പോൾ എനിക്ക് മാത്രമേ ഇൻട്രസ്റ്റിൻ്റെ ഗ്രാഫ് ഒന്ന് കൂടി. കാരണം ഞാൻ ഉദ്ദേശിച്ച സാധനം മുന്നിൽ നിന്ന് കളിക്കുന്നു. പക്ഷേ പുള്ളി ബോംബെയിൽ നിന്നാണ് വരുന്നത്. പുള്ളിയുടേതായ ടീമുണ്ടാവും, സെറ്റപ്പുകളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിച്ചാലും ഒരു പക്ഷേ പുള്ളി ഇപ്പം 10 ദിവസം കൊണ്ട് നമ്മളെ അറിയാവുന്നതുകൊണ്ടും ഒരു പക്ഷേ സാധ്യത വളരെ കുറവാണെന്ന് എനിക്ക് തോന്നി. എനിവേ നമുക്ക് നാണമില്ലാത്തതുകൊണ്ട് സാറിനോട് ചോദിച്ചു, സാറിൻ്റെ പടത്തിൽ ലാസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ പ്രതീക്ഷ ഉത്തരം തന്നെ, ഓൾറെഡി ടീമൊക്കെ ആയി, ഇനിയിപ്പോൾ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു, സാധ്യത വളരെ കുറവാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ വീട് തൃശ്ശൂർ വല്ലച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആ സമയത്ത് സാറിൻ്റെ അന്ന് മൊബൈലിൽ ലാൻഡ് ഫോൺ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ ഓരോ ആഴ്ച കഴിയുമ്പോഴും സാറിനെ വിളിക്കലായിരുന്നു പിന്നെ ഒരു ജോലി, സാർ എന്തെങ്കിലും ഉണ്ട്. അവസാനം ഫോൺ എടുക്കാതായി. അങ്ങനെ ഞാൻ നേരിട്ടൊരു ദിവസം പോയി സാറിൻ്റെ വീട്. സാറ് അമ്മന്നൂർ മാധവ ചാക്യാറിൻ്റെ പിൻ തലമുറയാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും വീട്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടി തൃശ്ശൂർ ചെന്ന് പുള്ളിയുടെ വീട് തപ്പിപ്പിടിച്ച് വീട്ടിൽ ചെന്നു. അപ്പോൾ പുള്ളിയുടെ ഡിസ്കഷൻ നടക്കുന്നു. അസോസിയേറ്റ് ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, ഇവരെല്ലാവരും ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് കയറി ചെന്നിട്ട് ഞാൻ സാറോട് പറഞ്ഞു, സാറിനോ അപ്പോഴത്തേക്കും സാറ് കോഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അങ്ങോട്ട് കടന്നു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് ഈ പറഞ്ഞ പോലെ അത്രയും സാധ്യത കുറവാണെന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു, സാർ ശമ്പളം അങ്ങനെ ഇതൊന്നും വേണ്ട, ജസ്റ്റ് സാറിന് സെറ്റിൽ ഒന്ന് ഫുൾ ടൈം നിൽക്കാനുള്ള. അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഏത് സിനിമയിൽ വർക്ക് ചെയ്യണമെങ്കിലും ഒരുപാട് യൂണിയനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റ് ആവണമെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറിൻ്റെ കാർഡ് വേണം. അപ്പോൾ അന്ന് മാക്റ്റയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതിലൊരു മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞാൻ ലാസ്റ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടറാക്കാം. പക്ഷേ മാക്റ്റയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു വഴിയില്ല. മാക്റ്റയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 2 സിനിമ ഓൾറെഡി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഇതൊന്നും എനിക്കില്ല. ഞാൻ അവിടെ നിന്ന് എനിക്കറിയാവുന്ന ആ സമയം കൊണ്ട് പരിചയമുള്ള സിനിമയിലെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നവരൊക്കെ വിളിച്ചു. പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ അഗെയിൻ CS-നെ വിളിച്ചു, CS വെങ്കടേശ്വരനെ. സാർ ഇങ്ങനെ ഒരു അവസരം കിട്ടി, പക്ഷേ ഇതാണ് ബ്ലോക്ക്, എന്ത് ചെയ്യും? അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ഒരാളെ വിളിച്ച് പറയാം, നീ അയാളെ പോയി കാണും, എന്തെങ്കിലും രീതിയിൽ പുള്ളി ശരിയാക്കി തരും എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ് മാക്റ്റയിൽ ഒരു ടെമ്പററി കാർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ കാർഡ് 2007 ആ കാർഡ് എനിക്ക് മാക്റ്റ മെമ്പർഷിപ്പ് കാർഡ് കിട്ടി എന്ന് പറഞ്ഞാൽ ടെമ്പററി മെമ്പർ. എന്നിട്ട് ഞാൻ നാരായണ സാറിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു, സാർ മെമ്പറായി, ഇനിയിപ്പോൾ വർക്ക് ചെയ്യാമല്ലോ അല്ലേ? സാർ വളരെ ഇതായിട്ട് പറഞ്ഞു, ഷുവറായിട്ടും ഇനി ഇത്രയും എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് നീ ഈ സിനിമ വർക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് മുന്നോട്ട് നോക്കാം.
അങ്ങനെ ആ സിനിമ തുടങ്ങുന്നു. ഒന്നും അറിയില്ല. ലാസ്റ്റ് അസിസ്റ്റൻറ്റ്, ക്ലാപ്പാണ് ജോലി. അന്ന് സൗണ്ട് ക്ലാപ്പാണ്. അനൗൺസ് ചെയ്യണം, ക്ലാപ്പ് അടിക്കണം, ഓടണം, മാറണം. ഇതിൻ്റെ എന്താ പറയുക, ശാരീരികവും കൂടി ആയ എഫേർട്ടുകൾ. അപ്പോൾ മനസ്സിലായി ഇത് നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് ഇവിടെ എത്തിയിട്ട് ഈ ചില ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് വിട്ടു പോകാൻ തോന്നില്ല. കാരണം അപ്പോഴത്തേക്കും സിനിമ ഭയങ്കര ഒരു ഭ്രാന്തായിട്ട് ഉള്ളിൽ ഭയങ്കരമായിട്ട് കയറിപ്പോയായിരുന്നു. ഈ സോംസിൻ്റെ കാലഘട്ടത്തിൽ അവിടെ പഠിക്കുന്ന സമയത്താണ് നന്ദകുമാർ കാവിൽ എന്ന് പറഞ്ഞ് കോഴിക്കോടുള്ള മറ്റൊരു ഡയറക്ടർ, പുള്ളിയും പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പുള്ളി ഈ പറഞ്ഞ പോലെ അധ്യാപകനായിരുന്നു. പക്ഷേ അധ്യാപകനേക്കാൾ അപ്പുറത്ത് കോഴിക്കോട്ടുകാരെന്നുള്ളൊരു വാത്സല്യം പുള്ളിക്ക് എവിടെയോ എന്നോടുണ്ടായിരുന്നു പേഴ്സണലി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുറേ ഈ കോഴ്സിൻ്റെ പുറത്തുള്ള പുള്ളിയുടെ തന്നെ ചെറിയ ചെറിയ ഡോക്യുമെൻ്ററികൾ, KSFDCയുടെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്നെയും കൂട്ടിക്കൊണ്ടു പോകാറുണ്ടായി. അപ്പോൾ ആ കോണ്ടാക്റ്റും ഈ സിനിമയും ഇത് രണ്ടും അഗെയിൻ പാരലലി റൺ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള എൻ്റെ സംശയങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ നന്ദേട്ടനോട് ചോദിച്ചിട്ടാണ് അറിഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളി ഒരുപാട് ഹെൽപ്പ്, ഈ പറഞ്ഞ പോലെ ക്ലാസ്മേറ്റ്സിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് രാജീവ് രവി, നന്ദകുമാർ സാർ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ 3 ദിവസം ഷൂട്ട് കാണാൻ വേണ്ടി CMSൽ, അങ്ങനെ നമ്മൾ ഔട്ട്സൈഡേഴ്സിന് അവിടെ എൻട്രി ഇല്ലല്ലോ. അപ്പോൾ നന്ദേട്ടൻ രാജീവ് രവിയെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ 3 ദിവസം പോയി ഷൂട്ട് കണ്ട്, ഇങ്ങനെയൊക്കെ സിനിമ ഭയങ്കര ഭ്രാന്തായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. ഒരു 35 ദിവസത്തെ ഷൂട്ട് പാലക്കാട്, എറണാകുളം. ആ ഷൂട്ട് കഴിയുമ്പോഴേക്കും ആ സിനിമയിലുള്ള, അപ്പോഴും സിനിമ ഭയങ്കരമായി പഠിക്കാനൊന്നും ആ സിനിമയിൽ ഒരു അവസരം കിട്ടിയില്ല. കാരണം ജോലി അത്രയുണ്ട്, റിപ്പോർട്ടുണ്ട്. ബോംബെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അവരുടെ രീതി ഭയങ്കര വലുതായിരുന്നു. റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വേണമെന്നൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് എന്താണ് സിനിമ, ഇതിൻ്റെ ലെൻസിങ് എന്താ, അതൊന്നും, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആ സിനിമ കൊണ്ട് പഠിക്കാൻ ഉദ്ദേശിച്ചത് അതൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷേ സിനിമ ഭ്രാന്തായി. ആ സമയത്താണ് ഈ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സംസാരിച്ച് നമുക്ക് ഇഷ്ടം വാങ്ങാനും കൊടുക്കാനും പറ്റിയ കുറേ ആൾക്കാരുണ്ട്. ഇവരെ നിരന്തരം വിളിക്കലാണ് പിന്നെ ഈ സിനിമയ്ക്ക് ശേഷം അടുത്തൊരു സിനിമ കിട്ടാൻ വേണ്ടി. അത് ഗൾഫിൽ നിന്നൊക്കെ ലീവിന് വന്ന പോലെ, ഇനി ലീവ് തീരാറായോ, പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ്. പ്രത്യേകിച്ച് സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് നാട്ടിൽ തിരിച്ചു വന്ന ഒരു ധീര യുവാവിന് ചുറ്റുമുള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് പ്രായത്തിന് മൂത്ത ആളുകളൊക്കെ ചോദിക്കുന്ന അടുത്ത സിനിമയായില്ലേ, അത് പകുതി ആക്കിക്കൊണ്ടും പകുതി ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യമാണെന്നറിയാം. ഇതിന് ഉത്തരം കൊടുക്കാനില്ല. കാരണം അടുത്ത സിനിമ വിളിക്കണമെങ്കിൽ ഇവരാരെങ്കിലും കനിയണം. അങ്ങനെ ആ സിനിമ കഴിയുന്നു, ഒന്നുമില്ല, 3-4 മാസം അങ്ങനെ പോയി. പ്രത്യേകിച്ച് ആ സിനിമ കൊണ്ട് ഒരു ഭയങ്കര ഇൻകോ, നമുക്ക് നമ്മളെ കാര്യം നോക്കാൻ പോലും ഒരു ഇൻകോ ഒന്നും ഉണ്ടാകുന്നൊരു സ്റ്റേജിലല്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതുപോലൊരു, അങ്ങോട്ട് വിളിച്ചതിൻ്റെ കൂടെ പുള്ളി പറഞ്ഞൊരു പടം തുടങ്ങാനുണ്ട്, ഒരു പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞൊരു പടം തുടങ്ങാനുണ്ട്, എല്ലാ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം എന്ന് പറയുന്നു. പിന്നെ നിരന്തരം വിളിയാണ്, നമ്മൾ അതിനകത്ത് എത്തിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ 2ാമത്തെ സിനിമ കിട്ടി. ഇങ്ങനെ ഓരോ സിനിമകൾ കിട്ടി. പക്ഷേ ഇതിനിടയിൽ പുറത്തു വരാത്ത സിനിമകളുണ്ട്, കംപ്ലീറ്റ് ആവാത്ത സിനിമകളുണ്ട്. എന്താ പറയുക, നമ്മൾ ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഹോട്ടലിലൊക്കെ പൂട്ടിയിട്ട പല ആളുകൾ, സിനിമയിലുള്ള പല ആളുകൾക്കും പറയാനുള്ള പോലത്തെ കഥകളുള്ള, പൂട്ടിയിടപ്പെട്ട, രക്ഷപ്പെടാൻ വേണ്ടി മതിലിയാടിപ്പോയ, പൈസ കിട്ടാത്ത, പൈസ കിട്ടിയ ഒരുപാട് സിനിമാ കഥകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ യാദൃശ്യമായി ഞാൻ നേരത്തെ പറഞ്ഞ നന്ദകുമാർ കാവിൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ സിനിമ മലപ്പുറത്തുണ്ടായിരുന്ന സഖാവ് കുഞ്ഞാലി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള, അതായിരുന്നു ആ സിനിമ, അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു. ആ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറാൻ പോകുന്നിടത്ത് വെച്ച് ഞാൻ ദിലീഷ് പോത്തനെ പരിചയപ്പെട്ടു. ദിലീഷ് പോത്തൻ അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെ പോത്തനും ഞാനും കൂടെ ഭയങ്കര സുഹൃത്തുക്കളായി. പിന്നീട് 2-3 സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. നന്ദേട്ടൻ തന്നെ വീണ്ടും ഒരു സിനിമ ചെയ്തു, അവൻ എന്ന് പറഞ്ഞിട്ട്. അതിലും പോത്തൻ അസോസിയേറ്റും ഞാൻ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഈ 3 പേര് നല്ലൊരു കമ്പനിയായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വീണ്ടും നന്ദേട്ടൻ്റെ ഈ സിനിമ കഴിഞ്ഞപ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ മാർക്കായി. ഇനി ഏതാ സിനിമ, ഇനി ആര് വിളിച്ചിട്ടാണ്. അപ്പോൾ പോത്തനും ഈ പറഞ്ഞ പോലെ വേറെ സിനിമകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ വിളിക്കാൻ പറ്റിയ സാഹചര്യങ്ങളിൽ വിളിക്കുമെന്നല്ലാതെ ഉറപ്പൊന്നുമില്ല. അങ്ങനെ വീണ്ടും ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇടയിൽ എപ്പോഴും ഉണ്ട്. അവിടെ ഒന്നും നമ്മളൊരു സ്വതന്ത്ര സംവിധായകൻ ഒന്നുമുള്ള ചിന്ത പഞ്ചായത്തിലേ ഇല്ല.
കാരണം നമുക്ക് ആ സ്പേസിലേക്ക് എത്തിയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പം നമ്മളൊരു സംവിധായകനായതിനു ശേഷം മനസ്സിലാക്കുന്ന ഒരു ജേണിൻ്റെ ഒന്നും അംശങ്ങൾ അവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ കഴിഞ്ഞ് ദിലീഷ് പോത്തൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാൻ ഡിസൈഡ് ചെയ്യുക. ഞാൻ പോത്തൻ്റെ അസോസിയേറ്റായിട്ട് നിൽക്കാമെന്നുള്ള ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ഇതിലുണ്ടായിരുന്നൊരു തീരുമാനത്തിൽ നിന്നു. അങ്ങനെ ആ കഥ ഫഹദ് ഫാസിലിനോട് പറയാൻ വേണ്ടി, പോത്തൻ ദിലീഷ് നായരാണെന്ന് അതിൻ്റെ സ്ക്രിപ്റ്റ്, ആ കഥ പറയാൻ വേണ്ടി ഞാനും പോത്തനും കൂടെ എറണാകുളത്തുനിന്ന് ട്രിവാൻഡ്രം കീസ് ഹോട്ടലിലാണെന്ന് ഫഹദ് ശ്യാം പ്രസാദ് സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് പോത്തൻ കഥ പറയുന്നു, ഞാൻ കൂടെയുണ്ട്. സന്ദീപ് സേനൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നൊരു പടം. അങ്ങനെ അതിൻ്റെ കഥ പറഞ്ഞ് ഫഹദ് ബാക്കി കേൾക്കാം, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ച് ആദ്യവും പിന്നെ സെക്കൻഡ് ഹാഫ് ഷൂട്ടിൻ്റെ ഇടയിൽ കേൾക്കാം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന വിഷ്ണു എന്ന് പറഞ്ഞിട്ട് മറഡോണയുടെ ഒക്കെ ഡയറക്ടർ, വിഷ്ണുവിൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് ഒരു സിനിമ അവിടെ തുടങ്ങാനിരിക്കുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ പുള്ളിക്ക് ഒരു അസോസിയേറ്റിന് വേണം. അങ്ങനെ വിഷ്ണു എന്നോട് പറഞ്ഞു, എടാ നീ ഒന്ന് പോയി കാണുമോ ശ്രീജിത്തിനെ? അപ്പോൾ ഞാൻ പോത്തനോട് എടാ നമ്മളെന്തായാലും കുറച്ച് ഡിലേഡ് ആവും, നീ എന്തായാലും ഈ പടം ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കയറ്, ഇമ്മീഡിയറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ആ തിരുവനന്തപുരം പോക്കിൽ ഈ ശ്രീജിത്ത് സാറിനെ പോയി കാണുകയും ഹാങ് ഓവർ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറിൽ നിന്നും അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊരു ഒരു 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 സ്റ്റെപ്പ് മുകളിലേക്ക് കയറി. അതാണ് ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത ഫസ്റ്റ് മൂവി. അത് ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തായിരുന്നു ഫുൾ ഷൂട്ട്. അപ്പോൾ അതിൽ ഷൈനുണ്ട്, ഷൈൻ ടോം ചാക്കോ, മക്ബൂൽ, ഭഗത്ത്, പിന്നെ ഗോവിന്ദ് എന്ന് പറഞ്ഞ പുതിയൊരാൾ. അപ്പോൾ ഇങ്ങനൊരു ടീമിൻ്റെ AOPLൻ്റെ പ്രൊഡക്ഷൻ വലിയൊരു പടമായിരുന്നു അത്. ആ സിനിമയിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, ആ സിനിമയിൽ ശ്രീജിത്തിൻ്റെ അസോസിയേറ്റായി ജോലി ചെയ്ത് അത്യാവശ്യം നല്ലൊരു അസോസിയേറ്റ് നല്ലൊരു പേര് എനിക്ക് കിട്ടി. ആ പേര് എൻ്റെ ഒരു റൂട്ട് ഷിഫ്റ്റിംഗ് എന്നുള്ള രീതിയിൽ എന്നെ സജസ്റ്റ് ചെയ്യപ്പെട്ടത് രാജേഷ് പിള്ളയുടെ അടുത്തേക്കാണ്. രാജേഷ് ചേട്ടൻ അപ്പോൾ ട്രാഫിക് മലയാളം കഴിഞ്ഞിട്ട് ഹിന്ദി റീമേക്ക് ചെയ്യാനുള്ള പ്രീ പ്രൊഡക്ഷനിൽ നിൽക്കുന്നു. അപ്പോൾ രാജേഷ് ചേട്ടൻ്റെ കൂട്ടുകാരാണ് ഈ ശ്രീജിത്തും ഷൈനും ഒക്കെ. ഇപ്പോൾ രണ്ടുപേരോടും ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ എന്തോ എൻ്റെ ഭാഗ്യത്തിന് നല്ല അസോസിയേറ്റിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് പറഞ്ഞു. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു റൂട്ട് ഷിഫ്റ്റിംഗ്. അങ്ങനെ രാജേഷ് പിള്ളയെ ഷൈനും ശ്രീജിത്തും കൂടെ എന്നെ സജസ്റ്റ് ചെയ്യുന്നു രാജേഷിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ഹിന്ദിയാണ്, ട്രാഫിക്കിൻ്റെ റീമേക്കാണ്. അപ്പോൾ രാജേഷിനെ വിളിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് നമ്പർ തരുന്നു. അങ്ങനെ ഞാൻ രാജേഷിനെ വിളിച്ചു. അപ്പോൾ രാജേട്ടൻ മോന് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയുമോ എന്നാണ് ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു അറിയാം. ഓക്കെ, അപ്പം ഇങ്ങനെ പടം ഒരു മാസത്തിനകത്ത് തുടങ്ങും, നമുക്ക് നേരിട്ട് കാണാം. അപ്പം ഞാൻ ഇന്ന ദിവസം വിളിക്കാം. അപ്പം മോൻ എന്തായാലും നമുക്ക് കാണാം, മോൻ ജോയിൻ ചെയ്തു, ബാക്കി ശ്രീത്തും ഷൈനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നേരിട്ട് കാണാം. ഇന്നൊരു ദിവസം തൃശ്ശൂരേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ബാഗൊക്കെ എടുത്തിട്ട് വന്നാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം നമ്മൾ ഇത്രയും കാലം പരിചയിച്ചൊരു സിനിമ രീതി അനുസരിച്ച് തൃശ്ശൂർ എവിടെയും ക്യാമ്പ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പോരാ. അതിനെന്തൊരു പ്രിപ്പറേഷൻ. ഞാൻ നാട്ടിൽ നിന്നൊരു KSRTC ബസ്സിൽ ബാഗൊക്കെ ആയിട്ട് തൃശ്ശൂർ വന്നു. അപ്പോൾ പുള്ളി ഒരു 5:30 എത്താമെന്ന് പറഞ്ഞാണ് വൈകിട്ട്. അപ്പം ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. 5:30, 6, 7 കാണുന്നില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ചെറിയ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ചായ കുടിച്ച് മതിയായി, പുള്ളി എത്തുന്നില്ല. ഞാനൊരു 9:30 ആയപ്പോൾ എൻ്റെ മുന്നിലൊരു ഫിയറ്റ് ലീനിയ കൊണ്ടുവന്നു. ആ മോനെ കയറിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ട് രാജേഷ് പിള്ള ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു, ഒരു പയ്യൻ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ബാക്ക് സീറ്റിലേക്ക് കയറി ഇരിക്കുന്നു. എന്നോട് ഫ്രണ്ടിൽ കയറാൻ പറയും. ഞാൻ കയറുന്നു, എന്താണെന്നൊരു പിടിയില്ല. ഞാൻ അങ്ങനെ ജസ്റ്റ് അന്നാണ് നേരിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അങ്ങനെ സംസാരിച്ച് ഞാനൊരു 5 മിനിറ്റിൽ അറിയാണ് ആ യാത്ര ഹൈദരാബാദിലേക്കാണ്. ഞാൻ ശരിക്കും ഈ ഒരു 360 ഡിഗ്രി ഷിഫ്റ്റ് അടിച്ചു പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ പോക്ക് ഹൈദരാബാദിലേക്കാണ്, അല്ലെങ്കിൽ നേരെ പ്രീ പ്രൊഡക്ഷനിലേക്കാണ് പോകുന്നത് എന്നൊന്നും ഒരു ധാരണയില്ല. അപ്പോൾ ആ ഡ്രൈവിൽ തൃശ്ശൂർ ടു പാലക്കാട് ബോർഡർ, കോയമ്പത്തൂരൊക്കെ എത്തുമ്പോഴാണ് എനിക്ക് ഈ സിനിമ നടക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നും, ഇതിലൊരു ഷെഡ്യൂൾ ഹൈദരാബാദിന് ഷൂട്ട് ചെയ്യുന്നതെന്നും ബാക്കി ഷെഡ്യൂൾ ബോംബെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഹൈദരാബാദ് നിന്ന് ബോംബെ.
ഒരു ലിമിറ്റ്ലെസ് എന്നൊക്കെ പറയുന്നൊരു യാത്ര, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു യാത്ര. ആ തുടക്കം തുടങ്ങിയാണ് രാജശേഖരൻ്റെ കൂടെ. അത് എനിക്ക് തോന്നുന്നു ആ ഒരു യാത്രയിൽ തന്നെ ഒരു ഡയറക്ടർ അസോസിയേറ്റ് എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് എനിക്ക് എവിടെയോ നമുക്ക് വളരെ അടുത്തറിയാവുന്നൊരു ചേട്ടൻ, ആ പുള്ളി ഒരു ജോലി ചെയ്യാൻ പോകുന്നു, ആ കൂടെ നമ്മൾ പോകുന്നു, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, എവിടേക്കും ആയിക്കോട്ടെ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടെ ഇരിക്കുന്ന ആൾ അഭിഷേക് എന്ന് പറഞ്ഞൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഇവനും ഞാൻ കയറുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് എങ്ങോട്ടാണെന്നറിയാതെ ഈ കാർ കയറിപ്പോയത്. അങ്ങനെ ആ യാത്ര നേരെ ഹൈദരാബാദ് പോകുന്നു, ടീമിനെ കാണുന്നു, ഷൂട്ട് ഇവിടെ ലൊക്കേഷൻസ് കാണുന്നു, എല്ലാ കാര്യങ്ങളും. സന്തോഷ് തുണ്ടിയിൽ ക്യാമറമാൻ ജോയിൻ ചെയ്യുന്നു. വലിയൊരു സ്കെയിൽ പടം. ആദ്യമായിട്ട് എൻ്റെ കരിയറിൽ എന്താ പറയുക, ദ ബിഗ് വൺ എന്ന് പറയാവുന്ന ട്രാഫിക് പോലെ മലയാളത്തിൽ ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട പാർട്ട് മേക്കറായ ഒരു സിനിമയുടെ ഹിന്ദി വേർഷനിൽ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, എവിടെയോ എത്തി എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു. സ്വാഭാവികമായും നല്ല ശമ്പളം, എക്സാക്ട് മന്ത്ലി പേയ്മെൻ്റ് അത് നമ്മൾ അക്കൗണ്ടിലേക്ക് വരും. അപ്പോഴൊക്കെയാണ് അക്കൗണ്ടൊക്കെ എടുക്കുന്നതൊക്കെ തന്നെ. അങ്ങനെ ആ യാത്ര അവിടെ എത്തി. അതിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് രാജശേഖരനായിട്ട് വന്നു. പിന്നെ ഈ സിനിമ ഹൈദരാബാദും ബോംബെയിലുമായിട്ട് മനോജ് ബാജ്പേയി, ജിമ്മി ഷെർഗിൽ, അങ്ങനെയുള്ള ദിവ്യാദത്ത, ഒരുപാട് പരംപ്രത ചാറ്റർജി, അങ്ങനെയുള്ള വലിയൊരു വിഭാഗം ആളുകളുടെ കൂടെ ആ ഒരു സിനിമ, എനിക്ക് തോന്നുന്നു അവിടുത്തെ നമ്മുടെ കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് വേറൊരു സിസ്റ്റമാണ്, നമ്മളിവിടെ പോയല്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സീൻ എനിക്ക് ഓർമ്മയുള്ളത്, എൻ്റെ മോൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും ഒക്കെ സോഫ്റ്റ്വെയറിലൊക്കെ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് പെൻസിലും പേനയെടുത്തിട്ട് ചാർട്ടിട്ട് അത് തെറ്റുമ്പോൾ വെട്ടി ആ കളഞ്ഞ് എഴുത്തുകാരെഴുതുന്ന നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സീൻ പോലെയാണ്. പക്ഷേ ഇവിടെ ഫുൾ സിസ്റ്റമാറ്റിക്കാണ്, ഭയങ്കര സൈലൻസ്, ലാപ്പിൻ്റെ ശബ്ദങ്ങൾ മാത്രം. ഞാൻ പറഞ്ഞു, രാജേട്ടാ എനിക്കിത് പറ്റും തോന്നുന്നില്ല. രാജേട്ടൻ പറഞ്ഞു, നീ ചെയ്യണം, നീ ചെയ്യുള്ളൂ, ഇവിടെ കമ്പനി നോക്കും വേറെ അസോസിയേറ്റിനെ വെക്കാൻ, പക്ഷേ നീയാണ് അസോസിയേറ്റ്. പക്ഷേ കമ്പനി വളരെ കൂളായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ ഒരു ദിവസം പറയുകയാണ്, മനോജ് ബാജ്പേയാണ് അതിനകത്ത് ശ്രീനിവാസൻ്റെ വേഷം ചെയ്തത്. അപ്പോൾ മനോജ് സാറ് വരുന്നു ഡയറക്ഷൻ ടീമിനെ മീറ്റ് ചെയ്യാൻ. എനിക്കെൻ്റെ ഉള്ള ജീവൻ പോയി, കാരണം ആ സമയത്ത് ഗാങ്സ് ഓഫ് വൈസിപ്പൂറൊക്കെ കണ്ട് പുള്ളി എൻ്റെ പൊന്നെ മനോജ് ബാജ്പേയി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് നേരിട്ട് വരുന്നതെന്ന് പറയുന്നത്. അതാണെങ്കിൽ അവിടുത്തെ ഒരു ഫിലിം കൾച്ചർ ഞാൻ പഠിച്ചു വരുന്നിട്ട് ഒരാഴ്ച എങ്ങനെ ആവുന്നുള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ ഓഡീഷൻ നടക്കുന്നുണ്ട്, കോസ്റ്റ്യൂം നടക്കുന്ന, ലൊക്കേഷൻ അടി, ഇതൊക്കെ നടക്കും. അങ്ങനെ മനോജ് ബാജ്പേയി വന്നു, സംസാരിച്ചു. അപ്പോൾ രാജശേഖരൻ എന്നെ പരിചയപ്പെടുത്തി, ഞങ്ങളുടെ ടീമിനെ പരിചയപ്പെടുത്തി. അപ്പോൾ മനോജ് സാറ് എന്നോട് രാജശേഖരൻ പറഞ്ഞു, ഇത് മനു അശോകൻ, കേരളത്തിൽ നിന്നാണ്, ഹീസ് ദ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. അപ്പോൾ പുള്ളി, ഓ സോ യു വിൽ ബി കോളിംഗ് ദ ഷോട്ട് റൈറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് മനസ്സിലായേനില്ല. കോളിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ രാജശേഖരൻ പറഞ്ഞു, അല്ലല്ല, അത് ഞങ്ങൾ അവിടുത്തെ രീതി തന്നെയാണ്, ഞാൻ തന്നെയാണ് ഷോട്ട് കോൾ ചെയ്യുന്നതും കട്ട് വിളിക്കുന്നതും. ഓക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ അസോസിയേറ്റ് ഡയറക്ടർമാരാണ് ആക്ഷൻ പറയുക, കട്ട് പറയുന്ന ഡയറക്ടർ. അതൊന്നും നമുക്ക് പരിചയമില്ല. അപ്പോൾ കോളിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പം ഞാൻ നെർവസ് ആയി എന്നുള്ളത് മനോജ് സാറിന് മനസ്സിലായി. അങ്ങനെ ആ എഴുന്നേറ്റ് പോകലിൽ തിരിച്ച് കോറിഡോറിലൂടെ ഞാൻ ഡൗൺ ആയിട്ട് എൻ്റെ കോൺഫിഡൻസ് ഷൂ എന്ന് പറഞ്ഞ് പോയി തിരിച്ച് നടക്കുമ്പോൾ എൻ്റെ പുറത്ത് കൈയിട്ടിട്ട് മനോജ് സാർ പറഞ്ഞു, മനസ്സിലായി നെർവസ് ആയി എന്നുള്ള കാര്യം. സിനിമ എല്ലായിടത്തും ഒരുപോലെയാണ്, അതിൻ്റെ രീതികളും പരിപാടികളൊക്കെ വ്യത്യാസമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തിന് ചെയ്യുന്നു, എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നിനക്കറിയാവുന്ന ജോലി നീ അവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്യാം. അതൊരു ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു കുടുംബം പോലെ, ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു സ്വഭാവം അനുസരിച്ച് 3-4 മാസത്തിൻ്റെ അടുത്ത് ഷൂട്ടുണ്ടായി. കണ്ടിന്യൂസ് ഷൂട്ടല്ല, പക്ഷേ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ആ സിനിമ പൂർത്തിയായി. ആ സിനിമ പൂർത്തിയാകുമ്പോഴേക്കും എനിക്ക് അവിടെ മടുക്കാൻ തുടങ്ങി ബോംബെ. കാരണം ഒരിക്കലും നമുക്ക്, എൻ്റെ പേഴ്സണൽ ഇഷ്യൂവും കൂടെയാണ്, എനിക്ക് അവിടെ സിങ്കിനാവാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഇനി സിനിമകൾ എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് വീണ്ടും ഇവിടെ തിരിച്ചു വന്നപ്പോൾ എഗെയിൻ എൻ്റെ ലിസ്റ്റ് കൂടി. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വിളിക്കാൻ തുടങ്ങി സിനിമകൾ. ഇപ്പോൾ രാജേഷ് പിള്ളയുടെ അസോസിയേറ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു പ്രശസ്തി ഒരിത്തിരി കൂടി വന്നു. അതുകൊണ്ട് കുറേ കോൾസ് വന്നു. അങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും അപ്പോഴും സ്വതന്ത്ര സിനിമ മനസ്സിലില്ല. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വിളി വരുന്നത് രാജശേഖരൻ്റെ ഒരു 2 വർഷങ്ങൾക്ക് ശേഷം. അതൊരു വല്ലാത്ത വിളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ
സെൻറ്റൻസ് ഇതായിരുന്നു ഫോണിൽ: മോനെ, ഞാൻ എൻ്റെ അവസാനത്തെ സിനിമ ചെയ്യാൻ പോവുക, എൻ്റെ കൂടെ നിൽക്കാമോ? അപ്പോൾ അതിനിടയ്ക്ക് രാജേട്ടൻ മിലി ചെയ്തിരുന്നു. അതിലെനിക്ക് ഞാൻ മറ്റൊരു സിനിമയിലായത് കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് പുള്ളി എന്നെ മാക്സിമം വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്ന പറഞ്ഞാൽ ഞാൻ മറ്റ് കമ്മിറ്റ്മെൻറ്റിലായതുകൊണ്ട്. അപ്പോൾ ഈ വിളി എൻ്റെ അവസാനത്തെ സിനിമയാണ്. അപ്പോൾ എനിക്ക് ഒരു സാധനം മനസ്സിലായില്ല. അപ്പോൾ ഞാൻ നേരെ രാജേട്ടൻ്റെ അടുത്തേക്ക് പോയി. രാജേട്ടൻ പറഞ്ഞു, കുറച്ച് ആരോഗ്യപരമായ വയ്യായ്കളുണ്ട്, അപ്പോൾ ഇത് കഴിഞ്ഞൊരു സിനിമ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ രാജേട്ടൻ കുറച്ച് കൂടുതൽ ഇമോഷണലാണ്, കുറച്ച് പുള്ളി അത് എടുത്ത് ഉപയോഗിച്ച് കളയും നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ സെൻറ്റൻസ് എന്നൊക്കെ വന്നതാണിത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവസാനത്തെ സിനിമ എന്നൊരു കാരണവശാലും പറയരുത്, റെസ്റ്റ് എടുത്തിട്ട് ഇനി സിനിമ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രാഫിക്കിലുണ്ടായി വന്ന ഒരു ഡയറക്ടർ അസോസിയേറ്റ് എന്നുള്ള രീതിയിലല്ലാത്തൊരു ചേട്ടനനിയൻ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു. കുറേ ചീത്ത അന്നും പറയും ഇന്നും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ആ സമയത്ത് എവിടെയോ എനിക്കൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, അതിനുള്ള സമയമായി. പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇത്രയും സിനിമകളായല്ലോ, ഇനി സ്വന്തം സിനിമ നോക്കിക്കൂടെ. അപ്പോൾ ചെറിയ കഥകളൊക്കെ ആലോചിച്ച് അങ്ങനെ എൻ്റെ ഒരു സിനിമ ചെയ്യാനുള്ളൊരു സ്ക്രിപ്റ്റ് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ വായിക്കുന്ന ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഈ സ്റ്റേജിലുള്ളൊരു സ്ക്രിപ്റ്റ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യാമല്ലേ എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വരുന്ന സമയത്താണ് രാജേട്ടൻ ഇത് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിൽ ജോയിൻ ചെയ്താൽ വീണ്ടും ഞാൻ ബാക്ക് ടു അസോസിയേറ്റ് ആവില്ലേ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വീണ്ടും മുടങ്ങൂലേ, ലേറ്റ് ആവില്ലേ. അങ്ങനെ ഞാൻ രാജേട്ടനോട് കുറേ ഒഴിവ് പറയാൻ തുടങ്ങി. എന്നിട്ട് ഇതിൻ്റെ പിറകെ മെല്ലെ ഈ സിനിമയുടെ പിറകെ ഇത് ഇങ്ങനെ ആർട്ടിസ്റ്റുകളോട് പറയാനും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് അതിൻ്റെ പിറകെ അലച്ചിൽ. അതിനിടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. സിനിമയിൽ നിന്ന് തന്നെ കൊളീഗായിരുന്ന ശ്രേയ, അവൾ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റർലി കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ സെറ്റിൽഡായി. അപ്പോഴേക്കും സിനിമയൊക്കെ ഇവിടെ ഭയങ്കര ലൈവാണ്. അങ്ങനെ സ്വന്തം സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ അവസരത്തിൽ രാജേട്ടൻ്റെ വിളി ശരിക്കും പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ, ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. കാരണം ഞാൻ വീണ്ടും പുള്ളിയുടെ കൂടെ പോയി അസോസിയേറ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന നമ്മളെ ഉള്ളിൽ എവിടെയോ ഒരു മോശം ചിന്ത അങ്ങനെ വന്നു. അങ്ങനെ ഒരു ദിവസം രാജേട്ടൻ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അതിനിടയിൽ ഞാനൊരു സ്റ്റാറിനെ പോയി കണ്ടു, പക്ഷേ പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതിൻ്റെ ഒരു ഡിസാസ്റ്റർ അതിങ്ങനെ ഡിറ്റീരിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇൻഡിപെൻഡൻറ്റ് സിനിമയുടെ സ്വപ്നങ്ങൾ. അപ്പോൾ എന്നോട് വൈഫും പറഞ്ഞു, ഈ സിനിമയും കൂടെ വർക്ക് ചെയ്യും, രാജേട്ടൻ്റെ കൂടെയല്ലേ, ഒരു സിനിമയോട് വർക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് നോക്കാം അടുത്ത സിനിമ ചെയ്യണോ അതോ ഇൻഡിപെൻഡൻ്റ് ആവണോ. അങ്ങനെ ഞാൻ തൽക്കാലം ആ സ്വതന്ത്ര സിനിമ എന്നുള്ള സ്വപ്നം അവിടെ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ഞാൻ രാജേട്ടൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമയായ വേട്ടയിൽ ജോയിൻ ചെയ്തു. അപ്പോഴേക്കും ഇത് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് നല്ല എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാജേട്ടൻ പറഞ്ഞ പോലെ ആ സമയത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയിരുന്നു. പുള്ളിയുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ച് ഓരോ ദിവസവും വയ്യായികയാവുക, കുറേ ദിവസമൊക്കെ ഷൂട്ട് നിന്ന് പോവുക, പിന്നെ പുള്ളി ഒരു രക്ഷയുമില്ലാതെ എന്നെ ഏൽപ്പിക്കേണ്ടി വരിക. കാരണം ഒരു സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് പോലും മറ്റൊരാൾ എടുക്കുന്ന, അസോസിയേറ്റ് ആയാലും ആരായാലും എടുക്കുന്നത് അയാളെ സംബന്ധിച്ച്, ആ സംവിധായകനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു സാറ്റിസ്ഫൈങ് ഫാക്ടർ ആയിരിക്കില്ല. പക്ഷേ പുള്ളിയെ സംബന്ധിച്ച് ഒന്ന് എന്നോടുള്ള വിശ്വാസമായിരിക്കാം, രണ്ട് ഒട്ടും വയ്യാത്തൊരവസ്ഥയിൽ പുള്ളി എന്നെ കുറേ ഭാഗങ്ങൾ ഏൽപ്പിക്കേണ്ടി വന്നു. വയ്യാതായി, പുള്ളി ഹോസ്പിറ്റലിൽ ICU, തിരിച്ചു വരൽ, ഷൂട്ട്, ആ ഒരു വേട്ടയുടെ ഒരു കാലമെന്ന് പറയുന്നത് സന്തോഷമുണ്ട്, അതിനേക്കാൾ അപ്പുറത്ത് സങ്കടമുണ്ട്. പക്ഷേ അത് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ മഞ്ജു ചേച്ചി, ചാക്കോച്ചൻ, ഇന്ദ്രേട്ടൻ, അപ്പോൾ എല്ലാവരും ഞങ്ങൾ രാജേട്ടനെ മാക്സിമം കംഫർട്ടബിളാക്കി സപ്പോർട്ട് ചെയ്ത് എൻ്റെ സ്റ്റേജ് പറയാൻ തുടങ്ങി ഒരുപാടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ട്രാഫിക്കിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു ഹോട്ട് ഡയറക്ടർ ഇപ്പോൾ ശബ്ദം എടുക്കാൻ പറ്റാതെ, അതായത് കാറിലൊക്കെ മോണിറ്ററൊക്കെ വെച്ച് ഗൈഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ നമുക്ക് കോമഡിയിലല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം പുള്ളി ഇമോഷണൽ ആയതുകൊണ്ട് നമുക്കൊരിക്കലും ആ ഒരു ടോണിലേക്ക് ഒരു ചാറ്റും കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ വേട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ ഉൾപ്പെടെ കഴിയുന്നു. ആ സമയത്ത് ഒരു ദിവസം ട്രിവാൻഡ്രം വിസ്മയിൽ മിക്സിങ്ങിൻ്റെ ഇടയ്ക്ക് രാജേട്ടൻ എന്നോട് പറയാണ്, എടാ കുറച്ച് കാലത്തേക്ക് എന്തായാലും എനിക്ക് ആരോഗ്യപരമായി ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നിനക്ക് വേണ്ടി ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതാം, നീ ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, എഴുതിക്കോളാം. ഏതായാലും ഈ സമയം റെസ്റ്റിൻ്റെ പീരീഡ്, അപ്പോഴത്തേക്കും പുള്ളിക്ക് ലിവർ സിറോസിസ് ആയത് കാരണം ലിവർ ട്രാൻസ്പ്ലാന്റിങ്ങിൻ്റെ ഒക്കെ ഐഡിയകൾ വന്നു തുടങ്ങി. അപ്പോൾ ആ സമയം റെസ്റ്റാണ്, അപ്പോൾ എനിക്ക് വേണ്ടി എഴുതാം.
അപ്പം മഞ്ജു വെച്ചൊക്കെ ഞങ്ങൾ അത്രയും ക്ലോസ് ആയത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. രാജേട്ടൻ എനിക്ക് വേണ്ടി എഴുതുന്നു, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. അങ്ങനെ വേട്ടയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഫൈനൽ സ്റ്റേജ് DAയിൽ ഞാൻ ചെന്നൈയിലിരിക്കുന്ന സമയത്താണ് പുള്ളി ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. അത് കുറച്ച് ഇപ്പം അതിന് മുമ്പേ ICUവിലൊക്കെ പോയത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നി, തിരിച്ചു വരും, നോ വറീസ്. പക്ഷേ ആ അവസ്ഥ കുറച്ച് സിവിയറാണ്. പുള്ളിക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ പുള്ളി എറണാകുളത്തേക്ക് ബൈ ആംബുലൻസ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്ത് നിന്ന് ബൈ റോഡ് കൂടെ വരുന്നു. അപ്പോഴേക്കും പഴയതിൽ നിന്ന് സ്ഥിതി കുറച്ചും കൂടി വേഴ്സ്റ്റായി. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഭയങ്കര ക്ലിനിക്കലായിട്ട് ചിന്തിച്ചിരുന്ന ആ ഒരവസാനത്തെ സിനിമയാണോ ഇപ്പോൾ കഴിഞ്ഞതെന്നുള്ള ചോദ്യം വളരെ എന്താ പറയുക ബോൾഡാവാൻ തുടങ്ങി. ICUവിലാണ്, നെക്സ്റ്റ് സ്റ്റേജ് വെൻറ്റിലേറ്ററിലാണ്. അങ്ങനെ ഫെബ്രുവരി 26-ാം തീയതി വേട്ട റിലീസാവുന്നു. 27-ാം തീയതി രാജേട്ടൻ പോകുന്നു. അപ്പോൾ ആ സമയത്ത് സിനിമയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ ഒരു നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു ഇമോഷനിലൂടെ കടന്നു പോകുന്നൊരു സമയം. രാജേട്ടനില്ല, ദിവസവും വിളിക്കുന്ന ആൾ, ദിവസവും കാണുന്ന ആൾ അതില്ല, സിനിമയെ സംസാരിക്കാൻ ഒരാളില്ല. ഈ കഴിഞ്ഞ ഒരു 7-8-9 വർഷത്തെ എൻ്റെ എല്ലാ ട്രാവലുകളും ഡെഡ് സ്റ്റോപ്പ്, ബ്ലാക്ക് ഔട്ട് എന്ന് പറയാം. ആ സമയത്ത് ഇപ്പം എനിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, പിന്നെ ആ സിനിമ ചെയ്യാമെന്നൊക്കെയുള്ള പേഴ്സണലി സെൽഫിഷായി ചിന്തിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ബ്ലിങ്ക്, മ്യൂട്ട്, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജേട്ടൻ എന്നോട് പറഞ്ഞൊരു ഐഡിയ. ഞാനിങ്ങനെ രാജേട്ടൻ എൻ്റെ കസിനുണ്ട് കൃഷ്ണകുമാർ എന്നുണ്ട്, കൃഷ്ണേട്ടനുമായിട്ട് ചർച്ച ചെയ്ത് ഒരു സിനിമയാക്കാം. ഞങ്ങളങ്ങനെ കുറേ നാൾ അതിൻ്റെ പുറത്ത് ഒരുപാട് ചർച്ച ചെയ്തു. പക്ഷേ രാജേട്ടൻ ഉള്ളിൽ കണ്ട ആ സിനിമയെ കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ടും സാധിച്ചില്ല. ആ സമയത്ത് ഈ ഹോസ്പിറ്റൽ സമയത്ത് വളരെ യാദൃശ്ചികമായി ബോബി സഞ്ജയ്, ബോബിച്ചേട്ടൻ, ഡോക്ടർ ബോബി, ഡോക്ടർ എന്ന നിലയിലും എഴുത്തുകാരെന്ന നിലയിലും, സഞ്ജു ഏട്ടൻ രാജേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്ത് നിലയിലും ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിരുന്നു രാജേട്ടൻ്റെ ഈ ഹോസ്പിറ്റൽ സമയത്ത്. അങ്ങനെ രാജേട്ടൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ബ്ലാക്ക് ഔട്ടായി നിൽക്കുന്ന സമയത്ത് എവിടുന്നാന്നറിയില്ല സഞ്ജു ഏട്ടനെ, ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്, അതും വളരെ യാദൃശ്യമാണ്, വളരെ അടുത്ത് താമസിക്കുന്ന സഞ്ജു ഏട്ടനെ ഒരുപാട് നാളായിട്ട് സ്ക്രീനിലും പേപ്പറിലും മാത്രം അറിയാവുന്ന സഞ്ജു ഏട്ടനെ രാജേഷ് ഏട്ടൻ വഴി ഒരു നല്ല സുഹൃത്തായിട്ട് വളരെ ആക്സിഡൻ്റലി ഈ ഒരു പക്ഷേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജേഷ് ഏട്ടൻ്റെ മരണം കൊണ്ട് ഉണ്ടായ ഒരു പരിചയപ്പെടൽ, ആ പരിചയപ്പെടലിൽ നിന്നുണ്ടായൊരു സൗഹൃദം, ആ സൗഹൃദത്തിൽ നിന്നാണ് ഉയരെ എന്ന് പറഞ്ഞ എൻ്റെ ആദ്യത്തെ സിനിമയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഒരു ആക്സിഡൻ്റലായിട്ടുള്ള എന്നോടുള്ള ക്വസ്റ്റ്യൻ, ഞങ്ങൾ എഴുതിയ ഒരു സിനിമ മനുവിന് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആ ചോദ്യം ഇവിടെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് സംവിധായകർ ഇപ്പോഴും ലൈവായി നിൽക്കുന്ന എനിക്കിപ്പോൾ കണ്ണിന് മുന്നിൽ കാണാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും എനിക്കിപ്പോഴും ഓർക്കുന്നു. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഈ പറഞ്ഞ പോലെ ബീൻ ബാഗിൽ ഇരിക്കുമ്പോഴാണ്, അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ഫോൺ കോൾസൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു ഞാൻ സഞ്ജുവേട്ടനായിട്ട്. പെട്ടെന്നൊരു ഈ ചോദ്യം എന്നോട് ചോദിക്കുകയും ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് നേരെ ഇറങ്ങി ഓടി. അപ്പോൾ സഞ്ജുവേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ആ ടേബിളിൽ ഇരുന്നിട്ട് ആണ് ഞാൻ പറയുന്നത് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല, ചെയ്തിരിക്കും, ചെയ്യുന്നു. അങ്ങനെ ആ ചോദ്യത്തിൻ്റെ പുറത്ത് ഞാൻ ഉയരയിലേക്ക് ഒരു കാലെടുത്ത് വയ്ക്കുകയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് രാജേഷ് ഏട്ടൻ വഴി എന്നെ അറിയാവുന്ന 2 തിരക്കഥാകൃത്തുക്കൾ, പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എന്നെ ആദ്യമായി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത PV ഗംഗാരൻ സാറിൻ്റെ മക്കൾ. അപ്പോൾ ഞാൻ സാറിനോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് സാറാണ് ആദ്യം എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. ആ സാറിൻ്റെ കൂടെ തന്നെ ആദ്യത്തെ സിനിമ ചെയ്യാൻ പറ്റിയെന്നൊരു ഭയങ്കര വലിയൊരു കോൺഫിഡൻ്റാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സിനിമ എന്നെ ഏൽപ്പിക്കാൻ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായത് രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളി എന്നെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ, കാരണം ഞാൻ ചെയ്തതൊന്നും അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല ഒന്നും അതിന് മുമ്പ്, അത് കാണാനോ ഒരു ഷോർട്ട് ഫിലിം പോലും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തോ എന്നിലുണ്ടായ വിശ്വാസം, പിന്നെ ഈ സൗഹൃദത്തിലുള്ള സംസാരം, അത് രണ്ടും ആയിരിക്കാം അവർക്ക് രാജേഷ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്ത് എന്നെ ഒരു സംവിധായകൻ എന്നുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ അവർക്ക് തോന്നിയത്. അങ്ങനെ പിന്നെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്
ബോബി സഞ്ജീവ് ഇത്രയും സിനിമകൾ എഴുതിയ സീനിയർ റൈറ്റേഴ്സ് എങ്ങനെയാണ് ഞാൻ, കാരണം അസോസിയേറ്റായി നിൽക്കുമ്പോഴും അസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോഴും നമ്മളൊരു സ്ക്രീൻ പ്ലേയുടെ ട്രാവൽ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുകയാണ് ആദ്യം. അപ്പോൾ എൻ്റെ ടെൻഷൻ ഇവരെന്തായിരിക്കും, ഇവരെങ്ങനെയാണ്. ഞാൻ ഭയങ്കര ഭവ്യനായി എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ റൈറ്ററോട് ഒരു ഡയറക്ടർ ഡീൽ ചെയ്യുന്ന രീതിയിൽ ഡീൽ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ആക്സിഡൻ്റലി മാതൃഭൂമി സംഘടിപ്പിച്ച ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നു. അപ്പോൾ സഞ്ജു എന്നോട് ചോദിച്ചു, നമുക്ക് വെറുതെ ഒന്ന് കഥയൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 ദിവസം അവിടെ പോകുന്നു. 3 ദിവസം അവിടെ പോയി. അപ്പോഴൊക്കെ ഞാൻ സഞ്ജയ് സാർ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എങ്ങനെ ഇവരെ ഏത് പോയിന്റിലാണ് ഇവരുമായിട്ടുള്ള ക്ലാഷ് നടക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഇടിച്ചിറങ്ങേണ്ടത് എന്നുള്ളൊരു ഇഷ്യൂവിൽ നിൽക്കുമ്പോഴാണ് ഈ സെഷനിൽ, അതിൽ സഞ്ജോടനൊരു സെഷൻ ഉണ്ടായിരുന്നു. അതല്ലാതെ ഞങ്ങൾ കേൾക്കാൻ പോയ ഒരു സെഷൻ, തെറിയുടെ രാഷ്ട്രീയം എന്നായിരുന്നു ആ സെഷൻ്റെ പേര്. അപ്പോൾ അതിൽ ഞങ്ങളിരിക്കുന്നു, വേദിയിൽ പ്രശസ്തരായ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തികളിരിക്കുന്നു. വിഷയം തെറിയാണ്. തെറി വാക്കുകൾ എങ്ങനെയാണ് മലയാള ഭാഷയിൽ തെറി വാക്കുകൾ ശബ്ദധാരാവലി ഉൾപ്പെടെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഇത് തെറിയാവുന്നത് എന്നൊക്കെയുള്ള വിഷയത്തിലുള്ള ചർച്ച. അപ്പോൾ ഈ തെറിയായത് കാരണം തെറി വാക്കുകളുടെ കൊണ്ടുള്ള ഒരു എന്താ പറയുക, അയ്യരുകളി എന്നൊക്കെ നമ്മൾ പറയാറുള്ള പ്രയോഗം പോലെ ഇത്രയും ഒഫീഷ്യലായിട്ടുള്ളൊരു ഫങ്ഷൻ നല്ല തെറിവിളി ഇൻ ദ സെൻസ് തെറിയെ പറ്റിയുള്ള ചർച്ച. അതിൽ വളരെ എന്താ പറയുക, പച്ചയ്ക്ക് ഇന്ന് തെറിയായി പറയപ്പെടുന്ന വാക്കുകൾ പറയും. ഞാനും സഞ്ജോടനും അടുത്തടുത്ത് ഇരിക്കുകയും ഞങ്ങളെ ചുറ്റുമുള്ളവരൊക്കെ അതായത് ഒരു അമ്മയും മോനും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നും പറഞ്ഞ് ചിരിക്കാറുള്ളതാണ്. ആ അമ്മയും കുഞ്ഞൊക്കെ ഇത് തെറിയുടെ രാഷ്ട്രീയമാണെങ്കിലും ഒരു ചെറിയ ഡിപ്ലോമസി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്ന ഫാമിലി ഓഡിയൻസ് പോലും ഉണ്ടായിരുന്നൊരു സദസ്സിൽ ഞങ്ങൾ ചിരിച്ച് എന്ന് പറഞ്ഞാൽ അത്തരം ഒരു വല്ലാത്ത സിറ്റുവേഷൻ പെട്ടുപോയതിൻ്റെ ഒരു ചിരിയിലൂടെയാണ് ശരിക്കും പറയാം ഞങ്ങൾ റൈറ്റർ ഡയറക്ടർ എന്നുള്ള നിലയ്ക്കുള്ള ഉയരയുടെ ചർച്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിങ് പിന്നീട് ഒരുപാട് ചർച്ച സിനിമ അതിൻ്റെ കൂടെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബോബിചേട്ടനും ഞാനും സഞ്ജോടനുമുള്ള ഒരു എന്താ പറയുക, ആ എല്ലാ ഇരുത്തങ്ങളും എല്ലാ മീറ്റിങ്ങുകളും ബൈ പ്രൊഡക്റ്റായിട്ടാണ് സിനിമ സംഭവിച്ചത്. ആ യാത്രയിൽ ഇനി എനിക്കൊരു ബൗണ്ട് സ്ക്രിപ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ഒരു സംവിധായകനിലേക്ക്. കാരണം ഞാൻ അത്രയും എൻജോയ് ചെയ്യുന്നൊരു യാത്രയാണ് സ്റ്റിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയും വലിയൊരു സ്പേസിലേക്ക് ഇത്രയും ചെറിയൊരു നാട്ടിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റിയത്, ഉയരെ പോലൊരു ഒരു സിനിമ ആദ്യ സിനിമയായിട്ട് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റിയത്, അതിൻ്റെ കൂടെ നിന്ന് ഒരുപാട് പേര്, എൻ്റെ ഫാമിലി, ഇവരൊക്കെ എന്താ പറയുക, ഞാൻ കരഞ്ഞ അത്രയും കൂടെ കരഞ്ഞ എൻ്റെ ഫാമിലിയും എൻ്റെ പാരൻസും. അപ്പോൾ ഈ ഒക്കെ എന്താ പറയുക, ഒരു വളരെ മൈന്യൂട്ടായ ഒരു സ്പേസിൽ നിന്ന്, വളരെ മൈന്യൂട്ടായ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉയരെ പോലുള്ള ഒരു സിനിമയിലേക്കുള്ള ഒരു ജേണി എന്ന് പറഞ്ഞ ആ വലിയ യാത്ര ഇനിയും മുന്നോട്ട് എല്ലാ സിനിമകൾക്കും ആ യാത്ര ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത്തരത്തിലുള്ളൊരു യാത്ര, ആ യാത്രയാണ് ശരിക്കും എന്നെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യമുള്ള ഒരാളാക്കി, സിനിമയെപ്പറ്റി സംസാരിക്കാൻ ധൈര്യമുള്ള ഒരാളാക്കി മാറ്റുന്നത്. ആ യാത്ര ഇനിയും തുടർന്ന് പോകണം എന്നുള്ളതാണ് ആഗ്രഹം.